ഹായ് ഫ്രണ്ട്സ്. വാട്സപ്പിൽ നമ്പർ ബ്ലോക്ക് ആയിപ്പോയി എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. ഈ കോൺടാക്ട് ചെയ്യുന്നതിൽ പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തേർഡ് പാർട്ടി ടൂൾസ് മോഡ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നതാണ്. അതായത് ഈ GB വാട്സപ്പ് പോലുള്ള ഒത്തിരി മോഡ് ആപ്ലിക്കേഷൻസ് ഇന്ന് ഗൂഗിൾ അവൈലബിൾ ആണ്. ഇത്തരം ടൂൾസ് യൂസ് ചെയ്യുന്നതാണ്. ഈ ടൂൾസ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നേരിടാൻ പോകുന്ന രണ്ട് മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തത് ഓഫ് കോഴ്സ് വാട്സപ്പ് നിങ്ങളുടെ നമ്പർ ബ്ലോക്ക് ചെയ്യും. ഓക്കെ. രണ്ടാമത്തെ പ്രശ്നമാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട സാധനം, ഒരാളും നിങ്ങൾക്ക് ഒരു സാധനവും ഫ്രീ ആയിട്ട് തരില്ല. ഇൻ കേസ് ഒരാൾ ഫ്രീ എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ലാഭേച്ഛ അയാൾക്ക് ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം മോഡ് ആപ്ലിക്കേഷൻസ് ചെയ്യുന്നത് മൊത്തം ഹാക്കേഴ്സ് ആണ്, അല്ലെങ്കിൽ സ്പാമേഴ്സ് ആണ്. സോ ഇങ്ങനെയുള്ള ഹാക്കേഴ്സ് ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് തരുന്നത് വെറുതെ അല്ല. അവരെ ലക്ഷ്യം നിങ്ങളുടെ ഡാറ്റയാണ്. സോ നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാം നമ്മളെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം ചാറ്റ് ചെയ്യുന്നതായാലും സംസാരിക്കുന്നതാണെങ്കിലും ഷെയർ ചെയ്യുന്നതാണെങ്കിലും എല്ലാം വാട്സപ്പ് ത്രൂ. സോ നിങ്ങൾ ചാറ്റ് ചെയ്യുന്നതും നിങ്ങളെ ലവറായിട്ടോ വൈഫായിട്ടോ റിലേറ്റീവ്സ് ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ഒക്കെ ചാറ്റ് ചെയ്യുന്ന ചാറ്റുകളും ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒരാളെ കയ്യിലേക്ക് കിട്ടുക. ഒരു തേർഡ് പാർട്ടി, നിങ്ങളറിയാത്ത, നിങ്ങളെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരു തേർഡ് പാർട്ടി ആളെ കയ്യിലേക്ക് കിട്ടുന്ന എത്രത്തോളം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇത് മാത്രമല്ല, ഇത്തരം ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഒന്നും തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നല്ല, മറ്റുള്ള ഒഫീഷ്യൽ അല്ലാത്ത പല വെബ്സൈറ്റിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത്തരം ആപ്പുകളുടെ കൂടെ വൈറസുകളോ മാൽവെയർസോ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മളെ ബാങ്ക് അക്കൗണ്ടിനെയും നമ്മളെ മറ്റുള്ള പ്ലാറ്റ്ഫോംസ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനെ ഒക്കെ നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യുന്നൊരു സാധനമാണ്. സോ ഒരു കാരണവശാലും നിങ്ങൾ ഇത്തരം മോഡ് ആപ്ലിക്കേഷൻസ്, അതായത് GB വാട്സപ്പ് പോലുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാതിരിക്കുക. ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ് ഡേഞ്ചർ. അത് ചിലപ്പോൾ നിങ്ങളെ മാത്രമായിരിക്കില്ല, നിങ്ങളെ റിലേറ്റീവ്സിനെയും നിങ്ങളെ ഫ്രണ്ട്സിനെയും ഒക്കെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറുന്നത്. സോ ഈ ഒരു കാര്യം എപ്പോഴും നിങ്ങൾ മൈൻഡിൽ വെക്കുക. ഒരു കാരണവശാലും ഇത്തരം മോഡ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ നല്ല ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. GB വാട്സപ്പ് ആയാലും അതുപോലെ മോഡ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.